നമസ്കാരം. ഗുരുതരമായ ആരോഗ്യനിലയെ തുടർന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. കാരണം വിഷബാധയെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ലോകമെമ്പാടുമുള്ള നിയമനിർവഹണ ഏജൻസികളിൽ നിന്ന് ഒളിച്ചോടിയ 65-കാരനായ ഇയാൾ വർഷങ്ങളായി കറാച്ചിയിൽ പാകിസ്ഥാന്റെ സംരക്ഷണയിൽ താമസിക്കുകയാണ്. ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളിൽ ഒരാളായ ദാവൂദ് ഇബ്രാഹിം സംഘടിത കുറ്റകൃത്യങ്ങൾ, തീവ്രവാദം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങി വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. 250-ലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത 1993-ലെ മുംബൈ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഇയാൾ. ആശുപത്രിവാസത്തെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത പുറത്തുവരുന്നുണ്ട്. ഇന്ത്യൻ പാകിസ്ഥാൻ അധികാരികൾ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലാത്തതിനാൽ അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യങ്ങൾ രഹസ്യമായി തുടരുകയാണ്. അയാളുടെ പെട്ടെന്നുള്ള ആരോഗ്യനില വഷളാകാൻ കാരണം വിഷം ആയിരിക്കാം എന്ന ഊഹാപോഹങ്ങൾ നിഗൂഢതയുടെ വ്യാപ്തി കൂട്ടുന്നുണ്ട്. ദാവൂദ് ഇബ്രാഹിം പതിറ്റാണ്ടുകളായി ഒളിച്ചോടിയ ആളാണ്. അധോലോക നായകൻ കറാച്ചിയിൽ അഭയം കണ്ടെത്തി അവിടെ വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ തന്നെ പിന്തുടരുന്ന അന്താരാഷ്ട്ര നിയമനിർവഹണ ഏജൻസികളിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് കഴിഞ്ഞു. ഏതായാലും അതിനിടെ സോഷ്യൽ മീഡിയയിൽ അജ്ഞാതന്മാർ ആണോ ഈ വിഷബാധയ്ക്ക് പിന്നിൽ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.